നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. പണ്ട് പ്രപഞ്ചത്തിലെ സർവ്വലോകങ്ങളും ഒരു ഇരുണ്ട നിഴലിന്റെ അധീനതയിലായി. ആ നിഴലിന്റെ പേരാണ് ഭണ്ഡാസുരൻ. അഹങ്കാരത്തിന്റെയും വ്യാമോഹത്തിന്റെയും ജീവനുള്ള രൂപം. ഒരിക്കൽ മഹാദേവന്റെ ക്രോധാഗ്നിയിൽ ഭസ്മമായി പോയ കാമദേവന്റെ ചിതാഭസ്മത്തിൽ നിന്നായിരുന്നു ഭണ്ഡാസുരന്റെ ജനനം. അതുകൊണ്ട് തന്നെ അവന്റെ ശക്തി സാധാരണ അസുരശക്തി അല്ലായിരുന്നു. ആഗ്രഹവും മായയും മനസ്സിനെ വിഷമാക്കുന്ന ഇരുണ്ട ശക്തിയായിരുന്നു ഭണ്ഡാസുരൻ. അവന്റെ തലസ്ഥാനം ശൂന്യകപുരി ആയിരുന്നു. പുറത്തേക്ക് ഭയപ്പെടുത്തുന്ന മഹാനഗരം, എന്നാൽ ഉള്ളിൽ ശൂന്യവും പൊള്ളയുമായ വ്യാമോഹത്തിന്റെ രാജ്യം. ഭണ്ഡാസുരന്റെ ആയുധങ്ങളും വ്യത്യസ്തമായിരുന്നു. തമസും മോഹവും ഭ്രാന്തും മനുഷ്യന്റെ മനസ്സിൽ വിതറുന്ന മാനസിക ശക്തികളായിരുന്നു അവ. അവന് ലഭിച്ച വരം അതിശക്തമായിരുന്നു. ഉദരത്തിൽ നിന്ന് ജനിച്ച ഒരു ശക്തിക്കും തന്നെ തോൽപ്പിക്കാനാവില്ല. ദേവന്മാർ ദുരിതത്തിലായി. ഒടുവിൽ അവർ മഹാദേവന്റെ സന്നിധിയിൽ എത്തി. അപ്പോൾ മഹാദേവൻ അവരോട് പരമശക്തിയായ ആദിപരാശക്തിയെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു. ദേവന്മാർ മഹാചണ്ഡികായാഗം ആരംഭിച്ചു. യാഗാഗ്നി ഉയർന്നു കത്തിയപ്പോൾ പ്രപഞ്ചം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായ ഒരു ദിവ്യ തേജസ് അതിൽ നിന്ന് ഉദിച്ചു. അഗ്നിജ്വാലകൾ പതിയെ ഒരു ദിവ്യ സ്ത്രീരൂപം പ്രാപിച്ചു. ആ നിമിഷം പ്രത്യക്ഷയായി ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവി. കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശം പോലെ ദീപ്തമായ ദേവി ദിവ്യബോധത്തിന്റെ സാക്ഷാത് രൂപമായിരുന്നു. രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ചക്രരഥത്തിൽ സിംഹാസനസ്ഥയായി ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ ചുറ്റും ദിവ്യസേന അണിനിരന്നു. ശ്യാമളാദേവി, വാരാഹിദേവി, ബാലാ ത്രിപുരസുന്ദരി, അനവധി ശക്തികൾ. അങ്ങനെ സത്യത്തിന്റെയും മിഥ്യയുടെയും മഹായുദ്ധം ആരംഭിച്ചു. ഇത് ഒരു സാധാരണ യുദ്ധമല്ലായിരുന്നു. ഭണ്ഡാസുരന്റെ ഓരോ ദുർഗുണത്തെയും ഓരോ ദിവ്യശക്തികൾ നേരിട്ടു. ഭണ്ഡാസുരന്റെ സൈന്യാധിപനായ വിഷുകരൻ വ്യാമോഹത്തിന്റെ അധിപനായിരുന്നു. അവനെ നേരിട്ടത് ദേവിയുടെ മന്ത്രിണിയായ ശ്യാമളാദേവി. ശ്യാമളാദേവി തന്റെ ജ്ഞാനാസ്ത്രം, ശുദ്ധമായ അറിവിന്റെ ശക്തി പ്രയോഗിച്ചു. അതോടെ വിഷുകരന്റെ മായാജാലങ്ങൾ തകർന്നു വീണു. മറ്റൊരു സൈന്യാധിപനായ വിഷംകൻ മാനസിക കലഹത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും രൂപമായിരുന്നു. അവനെ വാരാഹി ദേവി തന്റെ ദണ്ഡനീതിയുടെ ശക്തി കൊണ്ട് പരാജയപ്പെടുത്തി. 64 യോഗിനിമാരും 14 നിത്യമാതാക്കളും ദേവിയെ സഹായിച്ചു. അവർ പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും താളം തെറ്റിച്ച അസുര ശക്തികളെ നശിപ്പിച്ച് പ്രപഞ്ചത്തിൽ വീണ്ടും സന്തുലിതാവസ്ഥ സ്ഥാപിച്ചു. അവസാനം ഭണ്ഡാസുരൻ തന്നെ യുദ്ധഭൂമിയിൽ ഇറങ്ങി. മഹാദേവൻ നൽകിയ പാശുപതാസ്ത്രം ഉൾപ്പെടെ ഭീകരമായ ആയുധങ്ങൾ അവൻ പ്രയോഗിച്ചു. എന്നാൽ ലളിതാദേവി തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ദേവി ഉയർത്തിപ്പിടിച്ചത് എല്ലാ ശക്തികളെയും അതിജീവിക്കുന്ന ദിവ്യായുധം, കാമേശ്വരാസ്ത്രം. അത് സ്നേഹത്തിന്റെയും മോക്ഷത്തിന്റെയും പരമശക്തിയായിരുന്നു. കാമേശ്വരാസ്ത്രം ഭണ്ഡാസുരന്റെ മായയുടെ കോട്ടകളെ തകർത്തു. അവന്റെ അഹങ്കാരം നശിച്ചു. എന്നാൽ അത് ഒരു സാധാരണ മരണമല്ലായിരുന്നു. ഭണ്ഡാസുരന് മോക്ഷം ലഭിച്ചു. അവൻ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിതനായി. യുദ്ധഭൂമി നിശബ്ദമായി. എന്നാൽ ആ നിശബ്ദതയിൽ അവബോധത്തിന്റെ പൂക്കൾ വിരിഞ്ഞു. ത്രിപുരം നമ്മുടെ ബോധത്തിന്റെ 3 അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ജഗത് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം സ്വപ്നാവസ്ഥ, സുഷുപ്തി ഗാഠനിദ്ര. ഈ 3 അവസ്ഥകളെയും ഭരിക്കുന്ന ദിവ്യശക്തിയാണ് ലളിതാ ത്രിപുരസുന്ദരി ദേവി. ശ്രീചക്രത്തിന്റെ കേന്ദ്രബിന്ദുവിൽ കാമേശ്വരനൊപ്പം ദേവി വാഴുന്നു. അവിടെ നിന്ന് ദേവി പ്രപഞ്ചമാകെ ബോധവും ആനന്ദവും പകരുന്നു. ദേവി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഇരുട്ടിനെ പുറത്തുനിന്ന് നശിപ്പിക്കാൻ ശ്രമിക്കരുത്, പകരം ഉള്ളിലെ ബോധത്തിന്റെ വെളിച്ചം ഉണർത്തുക. ശ്രീ ലളിതാ ത്രിപുരസുന്ദരി അകലെ വാഴുന്ന ഒരു ദേവതയല്ല, നമ്മുടെ സ്വന്തം അവബോധത്തിന്റെ സത്തയാണ് ദേവി. നിങ്ങൾ മായയെ അതിജീവിച്ച് ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയുന്ന ഓരോ നിമിഷവും ദേവി നിങ്ങളോടൊപ്പമുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.